മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഈ ഒരു ടെക്സ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക മറ്റു ചെയ്തോളുക. അതിനുശേഷം നിങ്ങൾക്കത് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് പ്രത്യേകിച്ച് നിങ്ങൾ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുക, അതിൻ്റെ ലിങ്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ നേച്ചറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് നോക്കുക. ഒന്നാമത്തത് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സലായിട്ട്, അതായത് ലോകം മുഴുവനും ആപ്ലിക്കബിളായിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ ആക്ടിവിറ്റിയാണ്. ലോകത്ത് എല്ലായിടത്തും മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എനി ഫോം ഓഫ് ആക്ടിവിറ്റി. നമുക്ക് ഏത് തരത്തിലുള്ള ആക്ടിവിറ്റി ആണെങ്കിലും, ഇക്കണോമിക് ആക്ടിവിറ്റി ആണെങ്കിലും, സോഷ്യൽ ആക്ടിവിറ്റി ആണെങ്കിലും, ബിസിനസ് ആക്ടിവിറ്റി ആണെങ്കിലും, റിലീജിയസ് ആയിട്ടുള്ള ആണെങ്കിലും, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെങ്കിലും, ഏത് തരത്തിലുള്ള ആക്ടിവിറ്റി ആണെങ്കിലും ഈ എല്ലാ മേഖലകളിലും മാനേജ്മെൻറ്റ് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷനുള്ള ഒരു സബ്ജക്റ്റാണെന്ന് പറയുന്നത്. ഇനി മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ്. മാനേജ്മെൻറ്റ് ഗോൾ ഓറിയൻറ്റഡ് ആണ്. നമുക്കറിയാം, ഏതൊരു ഫേമിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ മേഖലയിൽ ഏതെങ്കിലും ഒരു മേഖലയിലാണെങ്കിൽ പോലും മാനേജ്മെൻറ്റ് അത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ്, ഓവറോൾ ഒബ്ജക്റ്റീവ്, ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുക. അപ്പോൾ മാനേജ്മെൻറ്റ് പെർഫോംസ് ഓൾ ആക്ടിവിറ്റീസ് ഓൺ ദി ബേസിസ് ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ഗോള് നേടുന്നതിന് വേണ്ടി, ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് മാനേജ്മെൻറ്റ് എല്ലാ ആക്ടിവിറ്റീസും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്, അല്ലേ? ഇനി മാനേജ്മെൻറ്റ് ഈസ് എ ഹ്യൂമൺ ആക്ടിവിറ്റി എന്ന് പറയുന്നു. മാനേജ്മെൻറ്റ് ഒരു ഹ്യൂമൺ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, മാനേജ്മെൻറ്റ് അത് മാനേജേഴ്സാണിത് മാനേജ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽസ് ഡിസ്ചാർജ് ഓൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. വ്യക്തികളാണ് മാനേജ് ചെയ്യുന്നത്. നോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്യാൻ പെർഫോം ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ചെയ്യുന്ന പ്രവൃത്തി നാച്ചുറൽ ആയിട്ടുള്ള പേഴ്സൺ തന്നെ, ഇൻഡിവിജ്വൽസ് തന്നെയാണ് അത് ചെയ്യേണ്ടത്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലെങ്കിൽ നാച്ചുറൽ അല്ലാത്ത കമ്പനി പോലെ, പാർട്ണർഷിപ്പ് പോലെ, അപ്പോൾ അത്തരത്തിൽ ഇൻഡിവിജ്വൽസായിട്ട് കരുതപ്പെടുന്ന ആ ആർട്ടിഫിഷ്യൽ പേഴ്സൺസിനൊന്നും മാനേജ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും ഒരു മനുഷ്യർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്ന് നമുക്ക് പറയാം. മാനേജ്മെൻറ്റ് ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. ഈവൻ ദോ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇറ്റ് കനോട്ട് ബി സീൻ. മനുഷ്യരാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് എന്നൊരു വസ്തുവായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കില്ല. ഇറ്റ് ക്യാൻ ഓൺലി ബി ഫെൽറ്റ്. മാനേജ്മെൻറ്റ് നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എഫിഷ്യൻ്റായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ സാന്നിധ്യം നമ്മളവിടെ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ട് പറയുന്നത് ഇറ്റ് ക്യാൻ ഓൺലി ബി ഫെൽറ്റ്. നമുക്കത് അനുഭവപ്പെടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ദെൻ മാനേജ്മെൻറ്റ് ഈസ് എ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനായിട്ടാണ് കരുതുന്നത്. അതായത് മാനേജ്മെൻറ്റിന് പ്രൊഫഷൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളുമുണ്ട്. Certain persons argue that management fails to qualify the test of professionalism in related to restricted entry. അതായത് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ പ്രൊഫഷനായിട്ട് കരുതുമെങ്കിലും എല്ലാ പ്രൊഫഷനും ഉള്ളതുപോലെ മാനേജ്മെൻറ്റിന് പ്രത്യേകിച്ചൊരു ക്വാളിഫിക്കേഷൻ നിർബന്ധമില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും നല്ലൊരു മാനേജറാകാൻ സാധിക്കും, അല്ലേ? പക്ഷേ MBBS പോലുള്ള ക്വാളിഫിക്കേഷൻ നേടിയെങ്കിൽ മാത്രമേ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. CA പാസ്സായെങ്കിൽ മാത്രമേ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് ലീഗലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ മാനേജ്മെൻറ്റ് അസോസിയേഷനുണ്ട്. മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി MBA പോലുള്ള ഡിഗ്രികളുണ്ട്. അപ്പോൾ അതെല്ലാ കാര്യങ്ങൾ കൊണ്ടും നമുക്ക് വേണമെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെയും പ്രൊഫഷനാണെന്ന് പറയാം. ഇനി മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. മാനേജ്മെൻറ്റ് ഒരു ആർട്ടുമാണ് സയൻസുമാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് നിങ്ങൾക്ക് ഇവിടെ തൊട്ട് എഴുതിയാൽ മതിയാകും. മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ് ബിക്കോസ് മാനേജ്മെൻറ്റിന് എന്തുകൊണ്ടാണ് സയൻസ് എന്ന് വിളിക്കുന്നത്? ഇറ്റ് ഹാസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. നമുക്ക് മാനേജ്മെൻറ്റിന് അത് അറിവ്, മാനേജ്മെൻറ്റിൻ്റെ വിവിധ അറിവുകൾ കൂടി ചേരുന്നതാണ്, അല്ലേ? അതാണ് മാനേജേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അറിവിൻ്റെ ശേഖരമുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിനെ നമുക്ക് സയൻസിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റിനെ സയൻസ് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ആൻ ആർട്ട്. മാനേജ്മെൻറ്റ് ഒരു ആർട്ടുമാണ്. കാരണം ബിക്കോസ് ദീസ് ആപ്ലിക്കേഷൻസ് ഓഫ് സ്കിൽ, അതായത് നമ്മൾ ഈ ഒരു സ്കില്ല് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ നോളജ് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആൻഡ് സ്കിൽ ആൻഡ് നോളജ് ആർ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ കോൺക്രീറ്റ് റിസൾട്ട്. സയൻസിലുള്ള വളരെ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ മാനേജേഴ്സ് അവരുടേതായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അവരുടെ വൈദഗ്ധ്യം അവർ നിർവഹിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഷോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഒരു ആർട്ടും സയൻസുമാണ്. അത് കോംപ്ലിമെൻ്ററി ആണ്, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മാനേജ്മെൻറ്റിൽ
ഈ ആർട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും ഒപ്പം തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബോഡി ഓഫ് നോളജ് ഉണ്ട് എന്നുള്ളതൊക്കെ കൊണ്ട് മാനേജ്മെൻറ്റിന് ഒരു ആർട്ടായിട്ടും സയൻസായിട്ടും കരുതുന്നു. ദെൻ മാനേജ്മെൻറ്റ് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫംഗ്ഷനാണ്. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയാൻ പലതരത്തിലുള്ള സബ്ജക്റ്റുകൾ മാനേജ്മെൻറ്റിൽ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പല അറിവുകളും മാനേജ്മെൻറ്റ് ക്രോഡീകരിച്ചിട്ടുണ്ട്. അതായത് മാനേജ്മെൻറ്റിൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, സോഷ്യോളജിയുടെ ഭാഗങ്ങളുണ്ട്, ആന്ത്രോപോളജി അതിൻ്റെ ഭാഗങ്ങളുണ്ട്, എക്കണോമിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഓപ്പറേഷൻസ് റിസർച്ച് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് പഠിക്കാനുണ്ട് മാനേജ്മെൻറ്റിൽ. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി അതിനൊക്കെ നമ്മൾ ഡിസിപ്ലിൻ അഥവാ പഠനശാഖ എന്നാണ് പറയുന്നത്. ഇതെല്ലാം കൂടി ചേർന്നാണ് മാനേജ്മെൻറ്റ് വരുന്നത് അല്ലേ. ദെൻ മാനേജ്മെൻറ്റ് ഒരു ഡൈനാമിക് ഫംഗ്ഷനാണ്. മാനേജ്മെൻറ്റ് ഒരു സ്റ്റാറ്റിക് അല്ല, സ്ഥിരമായിട്ട് അല്ല ഫ്ലെക്സിബിൾ അല്ലാത്തൊരു കാര്യമല്ല. മാനേജ്മെൻറ്റ് ഡൈനാമിക്കാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. എൻവയറമെൻറ്റ് ഉണ്ടാകുന്ന അതായത് പരിസ്ഥിതിയിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് മാനേജ്മെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് അല്ലേ. ദെൻ മാനേജ്മെൻറ്റ് ഇൻടാഞ്ചിബിൾ ആണെന്ന് ആദ്യം പറഞ്ഞു. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല, കണ്ണുകൊണ്ട് ടച്ച് ചെയ്യാനോ സാധിക്കില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ഓൺലി ഫെൽറ്റ് അല്ലേ, നമുക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മാനേജ്മെൻറ്റ് ഒരു ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സാണ്. അതായത് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു പ്രത്യേക പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അതോറിറ്റി. മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജീരിയൽ ഫംഗ്ഷൻസ് ചെയ്യാൻ വേണ്ടി അധികാരമുള്ള ആളുകളുടെ കൂട്ടമാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മാനേജ്മെൻറ്റിൻ്റെ ഒരു സിസ്റ്റം ഓഫ് അതോറിറ്റി എന്ന് നമുക്ക് പറയാം. മാനേജേഴ്സിന് ഓർഡേഴ്സ് ഇടാനും ആളുകളെ കൊണ്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനും നടപ്പിലാക്കാനുമുള്ള ആ ഒരു അധികാരമുണ്ട്. ദെൻ ഇറ്റ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിൻ്റെ എല്ലാ തലങ്ങളിലും മാനേജ്മെൻറ്റ് ആവശ്യമാണ്. മാനേജ്മെൻറ്റ് അത് ടോപ്പ് ലെവലാണെങ്കിലും മിഡിൽ ലെവലാണെങ്കിലും ലോവർ ലെവലാണെങ്കിലും എല്ലാ തരത്തിലും മാനേജർമാർ, എല്ലാ തരത്തിലുള്ള മാനേജേഴ്സും ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കുക, ആൻ ആക്ടിവേറ്റിംഗ് ഫാക്ടറാണ് മാനേജ്മെൻറ്റാണ്. മറ്റുള്ള കാര്യങ്ങൾ അതായത് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഇപ്പോൾ ലാൻഡ്, ലേബർ പോലുള്ള ക്യാപിറ്റൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയും അതിനെക്കൊണ്ട് പ്രവൃത്തി എടുപ്പിക്കുകയും ചെയ്യുന്നത്, ലേബേഴ്സിനെ കൊണ്ടൊക്കെ ജോലി എടുപ്പിക്കുന്നതൊക്കെ മാനേജ്മെൻറ്റാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊരു ആക്ടിവേറ്റിംഗ് ഫാക്ടറാണെന്ന് പറയാം. ആ കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന, പ്രവർത്തനോന്മുഖമാക്കുന്ന ഒരു ഫാക്ടറാണ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഇൻവോൾവ് ഡിസിഷൻ മേക്കിംഗ്. ഒരു മാനേജർ പലതരത്തിലുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വന്നേക്കാം. ഡിഫറൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസിൽ പല രീതിയിൽ ചിന്തിച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ മാനേജേഴ്സ്. അപ്പോൾ അതുകൊണ്ട് മാനേജേഴ്സിൻ്റെ പെർഫോമൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത്. കൃത്യസമയത്ത് ശരിയായിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. ദെൻ മാനേജ്മെൻറ്റ് ഇംപ്ലൈസ് ഗുഡ് ലീഡർഷിപ്പ്. മാനേജ്മെൻറ്റ് ഒരു നല്ല ലീഡർഷിപ്പ് ആണെന്ന് തന്നെ പറയാം. അതായത് മാനേജ്മെൻറ്റ് നല്ലതാണെങ്കിൽ മാനേജേഴ്സ് എല്ലാവരും തന്നെ ഒരു നല്ല ലീഡേഴ്സ് ആയിരിക്കും. മറ്റുള്ള ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തിയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് എവരിവർ എല്ലാ സ്ഥലത്തും മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് ലീഡർഷിപ്പും പറയുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ലീഡർഷിപ്പ് കൊടുത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചെടുക്കുന്ന പ്രവൃത്തിയാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഇംപ്ലൈസ് ഗുഡ് ലീഡർഷിപ്പ്. ഇനി നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അത് നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സിൽ, അതായത് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതൊരു 4-5 പോയിൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ സഹിതമുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് നോക്കാം, അല്ലെങ്കിൽ ഈ ടെക്സ്റ്റിലുള്ള പോലെ ഇത് തന്നെ എഴുതിയാലും മതി. മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് സിഗ്നിഫിക്കൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതായത് ഹ്യൂമൻ മെറ്റീരിയൽ, മനുഷ്യരെയും ഒപ്പം തന്നെ മെറ്റീരിയൽസിനെയും എല്ലാം തന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. ഇറ്റ് എൻഷുവേഴ്സ് ദി ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഒപ്പം തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് രണ്ടിനും മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ഒരു കമ്പനിയെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ എക്കണോമിക്കലായിട്ട് കമ്പനി വളരുന്നു, ഒപ്പം തന്നെ പല ആളുകൾക്കും ജോലി കിട്ടുന്നു, അപ്പോൾ സൊസൈറ്റി വളരുന്നു. അപ്പോൾ എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. then it helps to attain maximum efficiency with the minimum human effort. മാക്സിമം എഫിഷ്യൻസി, പരമാവധി കാര്യക്ഷമത നേടാൻ വേണ്ടി കുറഞ്ഞ എഫേർട്ട് എടുത്തുകൊണ്ട്, പരമാവധി കുറഞ്ഞ അധ്വാനം വെച്ചുകൊണ്ട് പരമാവധി എഫിഷ്യൻസി നേടാൻ വേണ്ടി ഇവർ മാനേജ് ശ്രമിക്കുന്നു, അതിന് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി ബൈ പ്രൊവൈഡിങ് ബെറ്റർ ക്വാളിറ്റി ഗുഡ്സ്. നല്ല ക്വാളിറ്റി ഗുഡ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സൊസൈറ്റിയിലെ വെൽഫെയർ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയും ഒക്കെ മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് നല്ല രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ ആ കമ്പനി ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനിയാണെങ്കിൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടാനും അതുവഴി സൊസൈറ്റിക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടി സൊസൈറ്റിയുടെ വെൽഫെയർ ക്ഷേമത്തിനൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. ദെൻ സിവിയർ ആൻഡ് കട്ട്റോട്ട് കോമ്പറ്റീഷൻ ആർ ഗോയിങ് ഓൺ. അതായത് നമുക്ക് നിലവിലുള്ള സാഹചര്യങ്ങളിൽ പല കമ്പനികൾ ഒരേ പ്രൊഡക്റ്റുമായിട്ട്
ഒരേ ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റുമായിട്ട് മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് കട്ട് ത്രോട്ടായിട്ടുള്ള കഴുത്തറപ്പൻ മത്സരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. റിറ്റെയിൻ ദ മാർക്കറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് അത് റിറ്റെയിൻ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്താണ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് മാക്സിമം പ്രൊഡക്ഷൻ അറ്റ് മിനിമം കോസ്റ്റ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ മാക്സിമം പ്രൊഡക്ഷൻ നടത്തി വിൽപ്പനയ്ക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കമ്പനികൾക്കാണ് പിടിച്ചെടുക്കാൻ സാധിക്കുക. അപ്പോൾ അതിന് മാനേജേഴ്സ് സഹായിക്കുന്നു. അതായത് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. ദെൻ മാനേജ്മെൻറ്റ് മോട്ടിവേറ്റ്സ് ദ പീപ്പിൾ. ആ സ്ഥാപനത്തിലെ ജീവനക്കാരെ ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് പ്രചോദിപ്പിക്കുന്നു, മോട്ടിവേഷൻ നടത്തുന്നു. മാനേജ്മെൻറ്റ് ഓർഗനൈസസ്, ഡയറക്ട്സ് ആൻഡ് കൺട്രോൾ. അതായത് ആളുകളുടെ ജോലി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നു, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അവർ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു, കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. ദെൻ മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു മീറ്റ് ദ ചലഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെക്നോളജിയിലുണ്ടാകുന്ന മാറ്റം, ആളുകളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ ഭാഷയിലുണ്ടാകുന്ന മാറ്റം, ഗവൺമെൻറ് പോളിസിയിലുണ്ടാകുന്ന മാറ്റം, അങ്ങനെ മാറ്റങ്ങൾക്കനുസരിച്ച് ആ കമ്പനിയെ അതിനനുസരിച്ച് എക്യുപ്ഡാക്കി വെക്കാൻ വേണ്ടി മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. മാനേജ്മെൻറ്റ് എൻഷുവേഴ്സ് എഫക്റ്റീവ് ആൻഡ് സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ് ത്രൂ ബെറ്റർ പ്ലാനിങ്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ എഫിഷ്യൻ്റായിട്ട് സ്മൂത്തായിട്ട് റൺ ചെയ്തുകൊണ്ട് പോകാൻ മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. മാനേജ്മെൻറ്റ് പ്രൊവൈഡ്സ് പുതിയ ഐഡിയകൾ, ഇമാജിനേഷൻ, വിഷൻ, സ്ഥാപനത്തിലേക്ക് പുതിയ ഐഡിയകളും പുതിയ കാഴ്ചപ്പാടുകളും കൊണ്ടുവരുന്നതിന് മാനേജേഴ്സ് സഹായിക്കുന്നു. മാനേജ്മെൻറ്റ് പ്രൊവൈഡ്സ് റിപ്പീറ്റഡ് സ്റ്റിമുലസ് ടു ഓഗ്മെൻറ്റ് ബിസിനസ് അത് കൂട്ടുന്നതിന് വേണ്ടി, കച്ചവടം കൂട്ടുന്നതിന് വേണ്ടി റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആയിട്ട്, അതായത് അതിനെ സഹായിക്കുന്ന ഘടകമായിട്ട് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ ഓർഗനൈസേഷനിലെ വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഏകോപിപ്പിക്കുന്ന, കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഹെഡിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്കോപ്പ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് അത് നമുക്ക് ഒന്നാമത്തത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാനേജ്മെൻറ്റ് ഒരു സബ്ജക്റ്റ് മാറ്റർ എന്ന നിലയിൽ മാനേജ്മെൻറ്റിലെ മാനേജീരിയൽ ഫങ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ് ആൻഡ് കൺട്രോളിങ്, അങ്ങനെ 5 ഫങ്ഷൻസാണ് മെയിനായിട്ട് മാനേജ്മെൻറ്റിലുള്ളത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ മാനേജീരിയൽ ഫങ്ഷൻസ്, ഈ 5 ഫങ്ഷൻസ് കൂടാതെ കൂടുതൽ ഫങ്ഷൻസ് ഉൾപ്പെടെ പോട്ട്സ്കോർബ് എന്ന് പറഞ്ഞ മാനേജീരിയൽ ഫങ്ഷൻസിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കോപ്പ് പറയുമ്പോൾ മാനേജ്മെൻറ്റിൽ സബ്ജക്റ്റ് മാറ്റർ ഓഫ് മാനേജ്മെൻറ്റ് അതിൽ ഉൾപ്പെടുത്തി പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ജസ്റ്റ് പറയുക. ഇനി രണ്ടാമത്തത് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ അത് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആകാം. അതായത് കമ്പനിയിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ മാനേജറാണല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആകാം. അതായത് ഫണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഫണ്ട് എങ്ങനെയാണ് അക്യൂർ ചെയ്യുക, നേടിയെടുക്കുക എന്നുള്ളത് ആലോചിക്കുന്നു. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് ഫണ്ട് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ള ഫണ്ട് നേടിയെടുക്കുക എന്നുള്ളത് ഫൈനാൻഷ്യൽ മാനേജർ ഡ്യൂട്ടിയാണ്. ദെൻ പേഴ്സണൽ മാനേജ്മെൻ്റ് ആകാം. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബേഴ്സിനെ, ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതാണ്. പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസ് എന്നാണ് അർത്ഥം. അപ്പോൾ ആളുകളെ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യാൻ വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്യുക, ഒപ്പം തന്നെ സെലക്ട് ചെയ്യുക, അവരെ ഉപയോഗപ്പെടുത്തുക, അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഭാഗമാണ്. പേഴ്സണൽ മാനേജറാണ് ചെയ്യുന്നത്. ദെൻ മെറ്റീരിയൽസ് മാനേജ്മെൻ്റ് ഉണ്ട്. പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, പ്രൊഡക്ഷന് വേണ്ടി മെറ്റീരിയൽ വാങ്ങിക്കുക, സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് വരും. പ്രൊഡക്ഷൻ മാനേജ്മെൻ്റ് ഉണ്ട്. പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൽ പ്രൊഡക്ഷൻ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ മാനേജർ ഡ്യൂട്ടി. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷനൊക്കെ നടത്തുക, പ്രൊഡക്ഷൻ കൺട്രോൾ നടത്തുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രൊഡക്ഷൻ മാനേജർ ഡ്യൂട്ടിയാണ്. മാർക്കറ്റിംഗ് മാനേജർ ഡ്യൂട്ടിയാണ് ഗുഡ്സ് ആൻഡ് സർവീസ്, പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസ് അതിൻ്റെ വില നിശ്ചയിക്കുക, മാർക്കറ്റ് റിസർച്ച് നടത്തുക, നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള മാർക്കറ്റ് എവിടെ എന്നുള്ളത് കണ്ടുപിടിക്കുക, സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്തുക, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, അതൊക്കെ മാർക്കറ്റിംഗ് മാനേജർ ഡ്യൂട്ടിയാണ്. ഓഫീസ് മാനേജ്മെൻ്റ് ഉണ്ട്. ഓഫീസിൻ്റെ ലേഔട്ട് കാര്യങ്ങളൊക്കെ ഓരോന്നും അറേഞ്ച് ചെയ്ത് വയ്ക്കുക, ഓഫീസ് സ്റ്റാഫിനെ മേൽനോട്ടം വഹിക്കുക, ഓഫീസിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകൾ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങൾ ഓഫീസ് മാനേജ്മെൻറ്റ് ഭാഗമാണ്. മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് ഉണ്ട്. ഇറ്റ് റിവീൽസ് ടു ദി പ്രോപ്പർ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദി ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. നമ്മുടെ മെഷീനറി, ബിൽഡിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആവശ്യത്തിന് റിപ്പയറിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് കൊണ്ടുപോകുക, അത് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റാണ്. ട്രാൻസ്പോർട്ട് മാനേജ്മെൻ്റ് ഉണ്ട്. അതായത് ഉൽപ്പന്നങ്ങൾ നമ്മൾ വിൽപ്പന നടത്തിയതിന് ശേഷം വിൽപ്പന നടത്താൻ വേണ്ടി അതിൻ്റെ പാക്കിങ്, അതിൻ്റെ വെയർ ഹൗസിങ്, എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കൽ, ഗോഡൗണുകൾ സൂക്ഷിക്കൽ, നമ്മൾ റെയിൽ മൂലമോ അല്ലെങ്കിൽ റോഡ് അല്ലെങ്കിൽ എയർ മുഖാന്തരമൊക്കെ ആ ഉൽപ്പന്നങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കുക, ട്രാൻസ്പോർട്ടേഷൻ, അതൊക്കെ ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റാണ്. ദെൻ മാനേജ്മെൻറ്റിന് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചും പറയുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മാനേജ്മെൻറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഐഡിയാസും കോൺസെപ്റ്റുകളുണ്ട്. പല ഡിസിപ്ലിനിൽ നിന്നും, എക്കണോമിക്സിൽ നിന്നും, മാത്തമാറ്റിക്സിൽ നിന്നും, കോമേഴ്സിൽ നിന്നും, സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നൊക്കെ, ഹിസ്റ്ററിയിൽ നിന്നൊക്കെ മാനേജ്മെൻറ്റ്
അതിൻ്റെ അറിവ് സമാഹരിച്ചിട്ടുണ്ട്. ദെൻ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഒപ്പം തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഹ്യൂമൻ റിലേഷൻ, മനുഷ്യരുമായിട്ട് ഇടപെടുന്ന ജോലിയാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന വലിയ ഒരു സ്കോപ്പ്, ഇത്രയും ഏരിയകൾ മാനേജ്മെൻറ്റിലുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം വ്യാപ്തിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലെല്ലാം മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്, അതിൽ പോസ്റ്റ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിങ്, സ്റ്റാഫിങ്, കോർഡിനേറ്റിങ്, റിപ്പോർട്ടിങ് ആൻഡ് ബഡ്ജറ്റിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.